രണ്ടാമത്തത്, ഈ ചെണ്ടമേളം തുടങ്ങിയപ്പോൾ മുതൽ എനിക്കൊരു ശ്വാസം മുട്ടലും അറ്റാക്ക് വല്ലതും വരുമോ, ഇത്രയും അടുത്തുനിന്ന് ചെണ്ടമേളം കേട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലും, അപ്പോഴേക്കും ഇവർ വിളിക്കുകയും ചെയ്തപ്പോഴേക്കും ഡാൻസ് കളിക്കണം, പാൻറ് ഊരിപ്പോവും, ശ്വാസം മുട്ടലും ഉണ്ട്. അവസാനം ഞാൻ അറ്റാക്ക് വന്ന് പാൻറ്റില്ലാതെ ഇവിടെ കുഴഞ്ഞ് വീണ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതെല്ലാം എടുത്ത് വീഡിയോ ഒക്കെ ഇടുമല്ലോ എന്നുള്ള ചിന്ത കാരണം അങ്ങനെയൊക്കെ ഞാൻ കാട് കയറി ചിന്തിച്ചു. എന്തായാലും ചിലപ്പോ ആ ഗോണം വെച്ചിട്ടാ പറയണേ അതൊക്കെ. ഞാൻ രണ്ടാമത്തെ തവണയാണ് സൗദിയിലേക്ക് വരുന്നത്. ആദ്യം എനിക്ക് തോന്നുന്നു 1 വർഷം മുന്നേ ദമാമിൽ ഒരു പരിപാടിക്ക് വേണ്ടി വന്നിരുന്നു. ഈ രണ്ട് മിനിറ്റ് സമയം എടുക്കാലോ അല്ലേ? എടുക്കാല്ലേ? ഓ, ബോറടിച്ച് കഥ കേട്ടു. ഓക്കെ. അപ്പോ ആദ്യത്തെ തവണ ഞാൻ ആദ്യം പറയേണ്ടത്, ഞാൻ കോഴിക്കോടുകാരുണ്ടോ ഇവിടെ? ഞാൻ കോഴിക്കോട് നിന്നാണ് ഇത്തവണ ഫ്ലൈറ്റ് കയറിയത്. അപ്പൊ കോഴിക്കോട് നിന്ന് തറവാട്ടിലെ വീട്ടിലേക്കൊക്കെ കയറി ചെന്ന പോലെയായിരുന്നു കോഴിക്കോട്. കാരണം ഞാൻ കയറി ചെല്ലുമ്പോൾ തൊട്ട് ഇമിഗ്രേഷനിലുള്ളതും മറ്റേ കൗണ്ടറിലുള്ള ആൾക്കാരൊക്കെ ഓടി വരുന്നു, എന്നെ കാണുന്നു, സ്നേഹം ഭയങ്കരമായിട്ട്, ഭയങ്കര സ്നേഹപ്രകടനം. അത് സ്വാഭാവികമായിട്ടും മലബാറിലെ ഞാനത് കണ്ണൂരുകാരനാണ്, അപ്പൊ സ്നേഹം എനിക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതിലുള്ള ഒരു ആൾ എന്നോട് പറഞ്ഞു, തെറ്റുപോലോ, ക്ഷമിക്ക് സഹോദര. അപ്പോ പക്ഷെ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് അറിയപ്പെടുന്നത് സ്ഥലം മലപ്പുറമായിരിക്കും. ഇതിനിടയിൽ ചേട്ടന് ഇത്രയും ആരാധകരോ എന്ന് ചോദിച്ചു. അപ്പൊ 4 പേര് 5 പേര് കുറച്ച് പേര് ഫോട്ടോ എടുത്തപ്പോ ചോദിച്ചു, ഇത്രയും ആൾക്കാർക്ക് നിങ്ങളെ ഇഷ്ടമാണല്ലോ എന്ന് ചോദിച്ചു. അവനെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരണമായിരുന്നു, ഇവിടെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കും. അവനെന്നെ വലിയ വിലയിലായിരുന്നു. അവൻ വിട്ടേക്ക്, അവൻ എന്റെ നാട്ടിൽ തന്നെ, കണ്ണൂർക്കാരൻ. ഏതാ? സ്വാഭാവികം. ഏതാ? വേണ്ട, കൊല്ലണ്ട വിട്ടേക്ക്. അങ്ങനെ ഞാൻ തിരിച്ച് ഇതിനു മുന്നേ ദമാമില് വന്ന സമയത്ത് ഞാൻ ട്രാൻസിറ്റ് വിസയിലാണ്. ഞാൻ ജീവിതത്തിൽ പല കടമ്പകളും കടന്ന, ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികൾ കടന്നാണ് ഞാൻ ഇതുവരെ വന്നത്. അത്ര തന്നെ പ്രതിസന്ധി കടന്നാണ് ഞാൻ സൗദിയിൽ 2 തവണ വന്നത്. അതിൽ ആദ്യത്തെ പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫ്ലൈനാസ് എന്ന് പറഞ്ഞ ഫ്ലൈറ്റിലാണ് ആദ്യം വന്നിരുന്നത്. അപ്പൊ അന്ന് ബോംബെയിലായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ആ ഫ്ലൈറ്റില് ആടും കോഴിയും ഒഴിച്ച് എല്ലാ സാധനങ്ങളും കൊണ്ടാണ് ബോംബെ എന്നുള്ള ഹിന്ദിക്കാരൊക്കെ വന്ന് ആ ഫ്ലൈറ്റിലായിരുന്നു. പിന്നെ ഞാൻ അപ്പോൾ അവിടെ എങ്ങനെയൊക്കെയോ ഞാൻ ദമാമിൽ എത്തിപ്പെട്ടു. ഇത്തവണ റിയാദിൽ വന്നപ്പോൾ കോഴിക്കോടുകാരുടെ സ്നേഹം, ഫ്ലൈറ്റിൽ കയറുമ്പോൾ എനിക്കിവര് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ഒക്കെ ഇട്ട് തന്നു. അപ്പൊ ആ ബിസിനസ് ക്ലാസ്സിൽ ഒറ്റൊരാളേ ഉള്ളൂ, ഞാൻ മാത്രം. അപ്പം നടന്നു പോകുന്ന ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഇവിടെ ഇരുന്ന ബോറടിക്കും, നമ്മളവിടെ എക്കണോമിയിൽ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ല, ഞാനിവിടെ ഇരുന്നോളാം. ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്താക്കാനാന്ന് പറഞ്ഞ അവന്റെ ഇവിടെ എക്കണോമി പോകേണ്ടി വരുമല്ലോ എന്നെല്ലാം ആലോചിച്ച് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വളരെ രാജകീയമായിട്ടുള്ള യാത്ര, ഒറ്റയ്ക്ക് ഒരു ബിസിനസ് ക്ലാസ് യാത്ര, തിരിച്ചിറങ്ങി വരുമ്പോ ഫ്ലൈറ്റിൽ നിന്ന് എന്നെ കൂട്ടി കൊണ്ടുവരാൻ മാത്രം ഒരു ബസ്. കാരണം ബിസിനസ് ക്ലാസ് ഒരാളുടെ ഫ്ലൈറ്റിൽ അധികം ആളില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ ഇറങ്ങുന്നു, ബിസിനസ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു ബസ് വരുന്നു. അതിൽ ആളെ കയറി ഇരിക്കുമ്പോൾ ഡ്രൈവർ എന്നെ തിരിഞ്ഞു നോക്കിയപ്പോ അവൻ വിചാരിച്ചു ഇന്ത്യ എന്നുള്ള ഏതോ രാജകുമാരൻ, കണ്ണൂർ സുൽത്താൻ എന്നൊക്കെ പറയണ പോലെ ആരോ വന്നിരിക്കുന്നു. അവനെ തിരിഞ്ഞു നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞു. അവൻ വണ്ടി എടുത്തു. ഞാൻ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് തിരിച്ച് ഇമിഗ്രേഷനിലെത്തിയപ്പോൾ എനിക്ക് വിസ ഇല്ലായിരുന്നു. എനിക്ക് US വിസയായിരുന്നു. US വിസ ആയതുകൊണ്ട് അത് ഞാൻ യാത്ര ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം ഈ വർഷം എടുത്ത വിസ ആയതുകൊണ്ട് എനിക്ക് യാത്ര ചെയ്യാത്തതുകൊണ്ട് അവർ പറഞ്ഞു, ഹജ്ജിന്റെ സമയമാണ്, നിങ്ങളെ കയറ്റി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കയറ്റി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അവരോട് കുറേ നേരം ഇംഗ്ലീഷിൽ, എനിക്കറിയാത്ത ഇംഗ്ലീഷിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർക്ക് എൻ്റെ ഇംഗ്ലീഷും അറിയില്ല, അവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അവരെന്തൊക്കെയോ പറഞ്ഞ് കുറേ നേരം എന്നോട് പറഞ്ഞു. അവർക്ക് ഒറ്റ കാര്യം മനസ്സിലായുള്ളൂ, ലുലു. ഇവൻ ലുലുവിൽ എന്തോ ഒരു പരിപാടിക്ക് വന്നവനാണെന്ന് മനസ്സിലായി. അപ്പോഴും അവർ വിചാരിച്ച ലുലുവിൽ എന്തോ സാധനം വാങ്ങിക്കാൻ വന്നവനാണ്. ഞാൻ പറഞ്ഞു, ഒരു ദിവസം